ഹലോ ഫ്രണ്ട്സ്, 60 ദിവസത്തെ ഹെൽത്തി ഡയറ്റ് പ്ലാനിലെ 12ാമത്തെ ദിവസമായിരുന്നു ഇന്ന് പൂർത്തിയാക്കിയത്. രാവിലെ ഒരു ഗ്ലാസ് വെള്ളമാണ് കുടിച്ചത്. ശേഷം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഗീ റോസ്റ്റും ഒരു മുട്ട പുഴുങ്ങിയതുമാണ് എടുത്തത്. ഇന്ന് ഞാൻ രാവിലെ നെയ്യ് കഴിച്ചിട്ടില്ല. അതിന് പകരം ഗീ റോസ്റ്റായിട്ട് നന്നായിട്ട് നെയ്യൊഴിച്ച് നൈസായിട്ടൊരു ദോശയാണ് കഴിച്ചത്. എൻ്റെ ഹിസ്റ്റട്ടമിക്ക് ശേഷം വെയിറ്റ് കൂടുമോ കുറയുമോ, വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണത്തിലാണ് ഞാൻ ഈ ചലഞ്ച് ചെയ്യുന്നത്. ഗീ റോസ്റ്റിൻ്റെ കൂടെ ഞാനൊരു കോഫിയും കുടിച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ഷുഗറും കാർബോഹൈഡ്രേറ്റും കൂടുതൽ പ്രോട്ടീനും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ ഡയറ്റ് ചെയ്യുന്നത്. ഇന്ന് മിഡ് ഡേ സ്നാക്കിൽ ഞാൻ കഴിച്ചത് പഴവും ഡേറ്റ്സും യോഗട്ടും കൂടെ കൂടിയിട്ടുള്ള നല്ലൊരു മിക്സായിരുന്നു. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മിക്സാണിത്. ഞാൻ ഈ വെയിറ്റ് ലോസ് ചലഞ്ചായിട്ടല്ല ഇത് ഞാൻ ചെയ്യുന്നത്, വെയിറ്റ് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു പരീക്ഷണമാണ്. ഞാൻ നോർമലായിട്ട് ഇതുപോലെയുള്ള ഫുഡാണ് നേരത്തെയും കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നിലവിൽ ഞാനൊരു 8 കിലോ വെയിറ്റ് കുറച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു എൻ്റെ ഹിസ്റ്റട്ടമി നടന്നത്. അതിനു മുമ്പും ഏകദേശം ഇതുപോലെയുള്ള ഫുഡുകൾ തന്നെയാണ് ഞാൻ കഴിച്ചത്. ഇപ്പം എനിക്ക് ആക്ടിവിറ്റികളൊന്നും ഇല്ലെങ്കിലും എൻ്റെ വെയിറ്റ് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ നോക്കുന്നത്. ഉച്ചയ്ക്ക് ലഞ്ചിന് 2 റാഗി ദോശയും അല്പം ചിക്കൻ കറിയും ഒരു മുട്ടയും കോവയ്ക്ക തോരൻ വെച്ചതുമാണ് കഴിച്ചത്. ചില ദിവസങ്ങളിൽ ഞാൻ ഉച്ചയ്ക്ക് ചോറാണ് എടുക്കുന്നത്. ചോറിനോട് എനിക്ക് കൂടുതൽ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇപ്പം സർജറി കഴിഞ്ഞ് 3 ആഴ്ചയായി. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചോറൊന്ന് മാറ്റിയിട്ട് റാഗി ദോശയിലേക്കൊക്കെ വരുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ളതും കാൽസ്യം റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡാണ് റാഗി. അപ്പോൾ ഇത് നമ്മൾ സർജറി കഴിഞ്ഞ് കഴിക്കുന്നതും നല്ലതാണ്. അതിനുശേഷം ഈവനിങ് സ്നാക്കായിട്ട് ചായയും ഹെൽത്തി ആയിട്ടുള്ള 3 ബിസ്ക്കറ്റുമാണ് കഴിച്ചത്. ചായ മധുരം ഇട്ട് തന്നെയാണ് ഞാൻ കുടിക്കുന്നത്. അതിനുശേഷം വൈകിട്ട് വീണ്ടും കുറച്ച് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് കുറച്ച് പീസുകൾ, ഇത് മുഴുവൻ ഞാൻ കഴിച്ചിട്ടില്ല, ഇതിനകത്ത് 2-3 പീസ് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇതായിരുന്നു എൻ്റെ ഇന്നത്തെ ഹെൽത്തി ഡയറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ ബൈ.